ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നമ്മൾ ഒരു സംരംഭകത്വത്തെക്കുറിച്ച് ഉള്ള നമ്മുടെ ഒരു സമീപനം മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഞാൻ ആ ഒരു വിഷയത്തിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അത് സംരംഭകത്വം തന്നെ പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളേ ആയുള്ളൂ. കാരണം നമ്മൾ പൊതുവെ മലയാളികൾ പ്രത്യേകിച്ച് ഒരു ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചോദിച്ചുകൊണ്ടിരുന്ന, അപ്പോൾ ജോലിയൊന്നും കിട്ടിയില്ലല്ലേ, ജോലി ശരിയാവാത്തവർ, ജോലി കിട്ടാത്തവർ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് പൊതുവെ മലയാളികളുടെ ഇടയിൽ പൊതുവെ അങ്ങനത്തെ ഒരു സമീപനം പൊതുവെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അന്ന് ഉണ്ടായിട്ടുള്ള പല ടെർമിനോളജികളും ആണ് ഈ മുതലാളി, തൊഴിലാളി എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളും. അപ്പം അന്ന് ഒരുപക്ഷെ മുതലാളി ആകുന്ന ഒരു തൊഴിലാളി ആകുന്ന ഒരാൾക്ക് മുതലാളി ആവാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഒരുപക്ഷെ കുറവായിരുന്നായിരിക്കാം. ഉണ്ടായിരുന്നു, ശ്രമിച്ചിട്ടുള്ളവരൊക്കെ ആയിട്ടുണ്ട്. കാരണം ഒരു തൊഴിലാളി ആയിട്ട് ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യണം എന്നൊന്നുമില്ല. കാരണം തൊഴിലാളി ആകുന്ന ഒരാൾ, അയാൾക്ക് കഴിവുണ്ടെങ്കിൽ അയാളുടെ പ്രസ്ഥാനത്തിൽ അയാളുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് അയാൾ പോയി സ്വന്തമായിട്ട് അയാൾ ഒരു സംരംഭകനാകുക, സ്വയം പരിശ്രമിച്ച് സംരംഭകനാകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ തൊഴിലാളിയായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അതിന് ഓരോരുത്തരും, കാരണം സംരംഭകനാവേണ്ടതിൻ്റെ ആവശ്യകത വളരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ നേരത്തെ നമ്മളെല്ലാം പഠിച്ചിരുന്നതും വീട്ടിലും സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ കേട്ടിരിക്കുന്നത്, പഠിച്ച് മിടുക്കനായിട്ട് പഠിച്ചിട്ട് അല്ലെങ്കിൽ മിടുക്കിയായിട്ട് പഠിച്ചിട്ട് ഒരു ജോലി നേടണം എന്നുള്ള ഒരവസ്ഥയിലാണ് പറഞ്ഞിരുന്നത്. ഇന്ന് നമുക്ക് കാണുന്നൊരു പ്രതിഭാസം, നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ സാലറി കുറവാണെന്നും പറഞ്ഞ് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു കുടിയേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. നാട്ടിൽ ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു. നാട്ടിലെ കല്യാണങ്ങൾക്കും ഫംഗ്ഷൻസിനും ഒന്നും തന്നെ ആ ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ഒരു 35 വയസ്സിൽ താഴെയുള്ളവരുടെ എണ്ണം വളരെ കുറവാണ്. പ്രായമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതും പല ആൾക്കാരും മരിച്ച് എണ്ണം കുറയുന്നു. അപ്പം വില്ലേജുകളിൽ പ്രത്യേകിച്ച് എണ്ണം വളരെ കുറവാണ്. കാരണം നാട്ടിൻപുറങ്ങളിലൊക്കെ അടഞ്ഞു കിടക്കുന്ന വീടുകളും ഒക്കെ ആൾക്കാർ തൊഴിൽ കൂടുതൽ ശമ്പളമുള്ള ജോലികൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നേരത്തെ ഗൾഫായിരുന്നെങ്കിൽ ഇന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെയാണ് ആൾക്കാർ പോകുന്നു. ഇത് തോന്നുന്നത് അതിൻ്റെ ഒരു ലാംഗ്വേജ് മാറ്റേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ എങ്ങനെ ജോലി വാങ്ങണം, നമ്മൾ എവിടെയാണ് ജോലി കിട്ടുന്നതെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു ലെവലിൽ നിന്നും മാറി നമുക്കെങ്ങനെ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാം അതായത് കൂടുതൽ ആൾക്കാർക്ക്, ഒരു 10 പേർക്കല്ല ഒരു 25 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കേണ്ട, സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ വാല്യൂ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു. കാരണം നമ്മൾ എപ്പോഴും ഒരു പ്രസ്ഥാനം, ഒരു സംരംഭം നമ്മുടെ നാട്ടിലുണ്ടായാൽ അത് നിലനിർത്തേണ്ടത് ആ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുടെ മാത്രം ആവശ്യമല്ല, ആ നാട്ടിലെ മുഴുവൻ ആൾക്കും ഏതെങ്കിലും തരത്തിൽ ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് പല ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഒരാളൊരു സംരംഭകനാകാൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ ആലോചിച്ച് നോക്കുക, ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ധാരാളം പേർക്ക് കൊടുക്കാൻ പറ്റും. ഇൻഡയറക്റ്റ് ആയിട്ട് എംപ്ലോയ്മെൻറ്റ്, വണ്ടി ഓടിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് പല ആൾക്കാർക്കും കിട്ടും. ഇത് കൂടാതെ ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടും. പലതരത്തിലാണ് അതിൻ്റെ ബെനിഫിറ്റ് സൊസൈറ്റിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു ഗവൺമെൻറ് വിചാരിച്ചാലും ഗവൺമെൻറ് ആൾക്കാർക്ക് മുഴുവൻ ജോലി കൊടുക്കുക ഒന്നും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. സംരംഭകർ വളർന്നു വന്നാൽ മാത്രമേ തൊഴിലവസരങ്ങൾ കൂടുകയുള്ളൂ. അത് സംരംഭകരെ കൂടുതൽ ഉണ്ടാവേണ്ടത് മുഴുവൻ ആൾക്കാരുടെ, ആ സംരംഭം നടത്തുന്ന ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്വം അല്ല, ആ ഒരു സൊസൈറ്റിയുടെ മുഴുവനും ഉത്തരവാദിത്വമാണ് ഇത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പല ആൾക്കാരും വളരെ പറഞ്ഞു കേൾക്കും, ഒരു പ്രസ്ഥാനം അവൻ പൂട്ടിപ്പോയി, അവൻ മറ്റേ നടത്തിക്കൊണ്ടിരുന്ന പൂട്ടി എന്ന് പറയുന്നതിനെ സന്തോഷത്തോടെയാണ് പറഞ്ഞ് പല ആൾക്കാരും കേട്ടിട്ടുള്ളത്. വിഷമത്തോടെ പറഞ്ഞ്, ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞപ്പോൾ ബൈജൂസിൻ്റെ കേരളത്തിൽ നിന്ന് വന്ന ഏറ്റവും വലുതായിട്ട് വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ്. അതും പൊളിച്ച് വല്ല ആവശ്യമുണ്ടോ, അവന് ഇതിൻ്റെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അല്ലെ അതിനെക്കുറിച്ച് നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്ന ധാരാളം ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ പ്രായമോ നമ്മളെക്കാൾ ചെറിയ പ്രായം ഉണ്ടായിരുന്ന ഒരാൾ, അയാളുടെ കഷ്ടപ്പെട്ട് അയാൾ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ അയാൾ അവിടം വരെ വർക്ക് ചെയ്ത് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ
ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം മലയാളികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ ഫെസിലിറ്റികളും നമുക്ക് വേണം. നമുക്കെല്ലാവർക്കും നല്ല ഫാം ഫ്രഷായിട്ടുള്ള നല്ല വെജിറ്റബിൾസ് വേണം, ഫാം ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സ് വേണം, നമുക്ക് നല്ല കറന്ന് നേരെ ചൂട് പോകാത്ത പാല് വേണം, അല്ലെ മൊബൈൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് റേഞ്ച് ഉണ്ടാവണം. ഇതെല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ വീടിനടുത്ത് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു മൊബൈൽ ടവർ നമ്മുടെ വീടിനടുത്ത് വന്നാൽ നമ്മൾ സമരം ചെയ്യും. അല്ലെങ്കിൽ ഒരു ചാണകത്തിൻ്റെ മണം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ പോയി പഞ്ചായത്തിൽ പരാതി കൊടുക്കും. ഇത് ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ മലയാളികളുടെ ഇടയിലായിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പം എപ്പോഴും കാണാറുള്ളത് പൊതുവെ അവർ ജനം അല്ല, ഞാൻ ആരെയും ഒരു പാർട്ടിയുടെയോ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. പൊതുവെ നമ്മൾ അതിനോടുള്ള സമീപനം കുറച്ചുകൂടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോസിറ്റീവായിട്ട് കാണാറുണ്ട്. അവിടെ പൊതുവെ ആൾക്കാർ നമ്മൾ നേരത്തെ മുതൽ നിയമപരമാണോ നിയമം അനുവദിച്ചിട്ടാണോ എന്നറിയില്ല, മിക്കവാറും പല ആൾക്കാരുടെയും വീട് തന്നെ ഒരു സ്ഥാപനമാണ്. വീട്ടിൽ തന്നെയാണ് ഒരു ചെറിയതായിട്ടെങ്കിലും ആ ഒരു വീട്ടിൽ ഒരു സംരംഭം മിക്കവാറും ആൾക്കാരുടെ വീട്ടിലുണ്ട്. ആ വീടിൻ്റെ ഒരു ഭാഗം അല്ലെ ഒരു മുറി ഒരു സംരംഭമായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ തന്നെ അവിടെ ഒരു പ്രൊഡക്ഷൻ വീട്ടിൽ മുഴുവൻ ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്നു. വീട്ടിലെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ മാറുന്നു. ഒരു കോമൺ ഗോൾ എല്ലാവരോടും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു യൂണിറ്റി ഉണ്ടാകുന്നു. അത് അവിടെ ഒരു ഡെയിലി ഇൻകം ഉണ്ടാകുന്നു. കാരണം പല ലേഡീസും വീടുകളിൽ അവർക്ക് ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ച് വീട്ടിലൊരു ചെറിയ സംരംഭം ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് വേറെ ജോലിക്ക് പോകും. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് വേണ്ട സാധനങ്ങളോ റോ മെറ്റീരിയലും വാങ്ങിക്കൊണ്ടാണ് ഹസ്ബൻഡ് വരുന്നത്. ഇതൊക്കെ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ധാരാളം മിക്കവാറും കേരളം വിട്ടിട്ടുള്ള പല സ്റ്റേറ്റുകളിലും തമിഴ്നാട്ടിൽ ചെന്നാലും കർണാടകയിൽ ചെന്നാലും മറ്റു പല സ്റ്റേറ്റുകളിലും നമ്മൾ ദിവസം എന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും ആൾക്കാരുടെ വീട് തന്നെ ഒരു സംരംഭം ആണ്, അല്ല ഒരു ബിസിനസ് സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്നത്. ആ കേരളത്തിൽ ഒരു പക്ഷേ നേരത്തെ അത് അനുവദിച്ചിരുന്നില്ലെങ്കിലും 2018 കേരളത്തിലും ആ നിയമം വന്നു. കാരണം ഏതൊരാൾക്കും അവരവരുടെ വീട്ടിൽ തന്നെ ഒരു സംരംഭം തുടങ്ങാൻ ചെറുകിട സംരംഭങ്ങൾ, ഇപ്പോൾ അതിനെ നാനോ സംരംഭങ്ങൾ എന്ന് പറയുന്നു. നാനോ സംരംഭങ്ങൾ തുടങ്ങാൻ പ്രത്യേകിച്ച് ഒരു പഞ്ചായത്ത് ലൈസൻസ് പോലും ഇല്ലാതെ തന്നെ ഒരാൾക്ക് തുടങ്ങാം എന്നുള്ള നിയമം പോലും ഉണ്ട്. എത്ര പേർക്ക് അറിയാം എന്നറിയില്ല. വീട്ടിലെ കറണ്ട് വീട്ടിലെ തന്നെ കറണ്ട് ഉപയോഗിച്ച് അത് പ്രവർത്തിപ്പിക്കാവുന്നതും ഒക്കെ ഉണ്ട്. അതുപോലെ ഫുഡ് പ്രോഡക്റ്റ് ആണ് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ FSSAIയുടെ ഒരു രജിസ്ട്രേഷൻ മാത്രമേ തുടക്കത്തിൽ ആവശ്യമുള്ളൂ. ചെറിയ പൈസ ഒരു 100 രൂപ രജിസ്ട്രേഷൻ അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. കൂടുതൽ ടേൺ ഓവർ വന്നാൽ മാത്രം, ഒരു വർഷം 12 ലക്ഷം രൂപ കൂടുതൽ ടേൺ ഓവർ വരുന്നൊരു സമയത്ത് മാത്രമേ അതിൻ്റെ ഒരു FSSAI ലൈസൻസിൻ്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ പാക്കിംഗ് ലൈസൻസ് മാത്രം മതിയാവും. അത് സംരംഭം തുടങ്ങി ഏതാനും മാസങ്ങൾ 3 മാസമോ 4 മാസമോ എന്തോ കണക്കുണ്ട്, അതിന് ശേഷം മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെ ഇന്ന് കേരളത്തിലും ഗവൺമെൻറ്റിൻ്റെ ലെവലിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ ആണെങ്കിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും എത്ര ആൾക്കാർക്ക് അറിയാം അന്ന് അല്ലെ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യം അറിയില്ല. അപ്പം നമുക്ക് മൊത്തത്തിൽ ഈ ഒരു സംരംഭത്തിനോടുള്ളൊരു സമീപനം തന്നെ മാറണം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ടുകൾ, അല്ല മാനസികമായിട്ടെങ്കിലും, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മാനസികമായിട്ടെങ്കിലും അവരെ ഒരു സപ്പോർട്ട് കൊടുക്കാനും എൻകറേജ് ചെയ്യാനും, അല്ല അവരൊരു പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭത്തിന് ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളാൽ പറ്റുന്ന ഒരു ഹെൽപ്പ് അതിന് ചെയ്യണം എന്നുള്ളൊരു സമീപനം, അത് എല്ലാവരുടെയും നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സംരംഭം അവിടെ നിലനിൽക്കേണ്ടത് എന്നുള്ള ഒരു സമീപനം, ആ ലെവലിലുള്ള സമീപനം ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരു ബിസിനസ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ GST എടുക്കണമെന്നില്ല. ഇപ്പോൾ കേരളത്തിലെ നിയമം വെച്ചാണെന്നുണ്ടെങ്കിൽ 40 ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഒരു വർഷം ഉണ്ടായതിന് ശേഷം GST എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി GST എടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീടിൻ്റെ അഡ്രസ്സിൽ GST എടുക്കാൻ പറ്റും ഇപ്പോൾ. അതായത് അതിനുവേണ്ടി ധാരാളം ആൾക്കാർ ഒരു ബിസിനസ് തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അന്നേരം തന്നെ ആദ്യം ഒരു കടമുറി എടുക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു GST എടുക്കാൻ വേണ്ടി മാത്രം ഒരു റെൻറ്റ് എല്ലാ മാസവും റെൻറ്റ് കൊടുക്കേണ്ടി വരുന്നു. ഉടനെ ഓഫീസോ കടയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ സ്റ്റാഫ് വേണ്ടി വരുന്നു, സ്റ്റാഫിൻ്റെ ശമ്പളം. ഇതൊക്കെയാണ് പലപ്പോഴും ഒരു ബിസിനസ് ഒരു ബ്രേക്ക് ഈവൻ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പലപ്പോഴും ഇത് രജിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി തന്നെ റൂം എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാഫിനെ വെക്കുക. അപ്പോൾ സ്റ്റാഫിനെ വെക്കുന്നു, ഒരു കമ്പ്യൂട്ടർ എടുക്കുന്നു. ഇതെല്ലാം വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനുവേണ്ടി മാത്രം ബിസിനസ് തുടങ്ങാൻ വേണ്ടി മാത്രം ധാരാളം ആൾക്കാർ ആദ്യമേ പോയി ഇതൊക്കെ എടുക്കാറുണ്ട്.
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ തുടങ്ങാമെന്നുള്ളതേ ഉള്ളൂ. ഹോം ബേസ്ഡ് ബിസിനസ്സായിട്ട് തുടങ്ങാമെന്നുള്ളതേ ഉള്ളൂ. അതായത് FSSAI രജിസ്ട്രേഷൻ കിട്ടാനോ അല്ലെങ്കിൽ ഒരു പാക്കിംഗ് ലൈസൻസ് കിട്ടാനോ GST കിട്ടാനോ ഒന്നും വേണ്ടി അതിനുവേണ്ടി പോയി കടയോ ഗോഡൗണോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു സർട്ടൻ ലെവൽ എത്തിയതിന് ശേഷം മാത്രമേ ഇതൊക്കെ ആവശ്യമുള്ളൂ. അത്രമാത്രം സുതാര്യമായിട്ടുണ്ട്, അത്രമാത്രം ലളിതമായിട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും പല ആൾക്കാർക്കും പ്രോപ്പറായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ആദ്യം തന്നെ പോയി ഇതെല്ലാം എടുക്കുകയും അപ്പം പിന്നെ മന്ത്ലി റെൻറ്റ് കൊടുക്കേണ്ടി വരുന്നു, സ്റ്റാഫ് സാലറി കൊടുക്കേണ്ടി വരുന്നു, അതിനനുസരിച്ചുള്ള ബിസിനസ് ആയി വന്നിട്ടില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അവസാനത്ത് ബിസിനസ് ഒരു സർട്ടൻ ഇനീഷ്യൽ ലെവലിൽ ഒരു ബ്രേക്ക് ഈവൻ ആയതിനു ശേഷം ഇതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് പല പല സാധനങ്ങളുടെ റോ മെറ്റീരിയൽ കേരളത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് തമിഴ്നാട്ടിലും ഒക്കെ കർണാടകയിലൊക്കെ പോയതിന് ശേഷം അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി നേരെ തിരിച്ചിവിടെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ റബ്ബർ കേരളത്തിലുണ്ടാകുന്ന സാധനമാണ്. ഇത് ഇവിടുന്ന് തന്നെ വാങ്ങിക്കൊണ്ടാണ് മിക്കവാറും തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് പല ആൾക്കാരും ഇവിടുന്നാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അത് പിന്നെ ഇവിടെ ഫാൻ ബെൽറ്റായിട്ടും മറ്റു പല പ്രൊഡക്റ്റായിട്ടും റബ്ബർ ബാൻഡായിട്ടും പല പ്രൊഡക്റ്റുകളായിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഇതുപോലെ ചെറിയ യൂണിറ്റുകൾ തമിഴ്നാട്ടിലും ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. ചെറിയ ഒരു വീട്ടിൽ ചെറിയ ഒരു പൊടിമില്ലായിരിക്കും, ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ മിക്കവാറും എല്ലായിടത്തും കാണാൻ പറ്റും. ഇത് ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു നാട് വികസിക്കാനുള്ള, രാജ്യം വികസിക്കാനുള്ള ഏക വഴി. ഗവൺമെൻറ് ലെവലിൽ ചെയ്യാൻ പറ്റുന്ന അതിനൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങണം, കൂടുതൽ സംരംഭകരെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കണം. കേരളത്തിലേക്ക് വെച്ച് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ഉള്ളതിനേക്കാളൊക്കെ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിന് പബ്ലിക്കൂടെ ആ ഒരു സമീപനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇത് എല്ലാ ആൾക്കാരുടെയും കൂടെ ഒരു കൂട്ടുത്തരവാദിത്വമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇനിയാണെങ്കിലും കുട്ടികളെയൊക്കെയാണ് ഇന്ന് കോളേജുകളിലൊക്കെ എൻ്റർപ്രണർഷിപ്പൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. കാരണം എല്ലാ ആൾക്കാരും അത് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും എല്ലാ ആൾക്കാരും എൻ്റർപ്രണർ ആവണമെന്നൊന്നുമില്ല. എങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു പലപ്പോഴും അതിലേക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള റിസ്ക് എല്ലാവരും ഒന്നും ആ ഒരു റിസ്ക് എടുത്ത് പോകണമെന്നൊന്നുമില്ല. പക്ഷേ അതിനോടുള്ളൊരു സമീപനം നമുക്ക് സാധിച്ചില്ലെങ്കിലും ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അവരെ എൻകറേജ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും തീർച്ചയായിട്ടും അല്ല, അവർക്കൊരു പ്രതിസന്ധി വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു മോറൽ സപ്പോർട്ട് കൊടുക്കാനായിട്ടും അല്ലെ ശരിയാവുന്നെങ്കിലും തോളെ തട്ടി പറയാൻ പറ്റുന്ന തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ എന്നെങ്കിലും നമുക്കും ഉയരാനുള്ളൊരു മോട്ടിവേഷനോ അല്ലുണ്ടെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും നന്നായിട്ട് ചെയ്യുന്നവരെ കാണുമ്പോൾ നമുക്കും അതിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ഇപ്പോൾ പൊതുവെ നമുക്കറിയാം, പല ആൾക്കാരും വലിയ പ്രീമിയം കാറുകളൊക്കെ വാങ്ങിയാൽ അതിന് ഡ്രൈവറെ വെക്കുന്നത് അവർ ഓടിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രമല്ല. നമ്മൾ ചില ആൾക്കാർ വണ്ടി നല്ല പുത്തൻ വണ്ടി 4 രജിസ്ട്രേഷൻ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോയാൽ ചിലപ്പം അതിൽ വന്ന് കല്ലെടുത്ത് വരഞ്ഞു വെക്കുന്ന ആൾക്കാർ വരെയുണ്ട്. കാരണം നമുക്ക് അത് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അവർ നാളെ അതുപോലത്തെ ഒരു കാർ വാങ്ങാനുള്ള സാധ്യത. കാരണം എല്ലാവരും പൈസ ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ വെൽത്തിന് അഗെയിൻസ്റ്റാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മുടെ ആക്ഷനും സംസാരവും എല്ലാം അതിനെതിരെയാണ്. അല്ലെ അത് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ കള്ളനോട്ടായിരിക്കും, അല്ലെ എന്തെങ്കിലും പറഞ്ഞ് നമ്മളതിനൊരു ആശ്വാസം കണ്ടെത്തുന്നതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കും നാളെ മുമ്പോട്ട് പോകാനുള്ള മോട്ടിവേഷൻ നമുക്കത് അച്ചീവ് ചെയ്യാനുള്ള ചാൻസസ് കുറയുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഓൺ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ 2009 ഒരു വെർണ വണ്ടി വാങ്ങിയതിന് ശേഷം 4 രജിസ്ട്രേഷൻ വണ്ടി ചങ്ങനാശ്ശേരിയിലൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടൊരു കാപ്പി കുടിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി തിരിച്ചു വന്ന വഴി വണ്ടിയുടെ 4 സൈഡും കംപ്ലീറ്റ് വരഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പുത്തൻ 4 രജിസ്ട്രേഷൻ വണ്ടി എടുത്തതിൻ്റെ പിറ്റേ ദിവസമോ 2 ദിവസത്തിനകം സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ കൂടി നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് നാളെ അവർക്ക് ഒരു കാർ വാങ്ങാനുള്ള സാധ്യത ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. കാരണം നമ്മൾ അതിന് എഗെയിൻസ്റ്റാണ് വർക്ക് ചെയ്യുന്നത്, അതിന് എഗെയിൻസ്റ്റാണ് നമ്മുടെ ചിന്ത, അതിന് എഗെയിൻസ്റ്റാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനോടുള്ളൊരു സമീപനം നമ്മൾ മാറ്റുക. കാരണം ഈ മുതലാളി തൊഴിലാളി എന്നുള്ള ടേം തന്നെ നമ്മൾ തൊഴിൽ ദാതാവ്, ഈ മുതലാളി എന്ന് പറയുന്നതിന് പകരം ഒരു തൊഴിൽ ദാതാവ് എന്ന് തുടങ്ങുകയും കുട്ടികളോടും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ജോലി വാങ്ങുക എന്നുള്ളതിനേക്കാൾ ജോലി കൊടുക്കുക, 10 പേർക്ക് ജോലി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ള വാക്ക് ചെറുപ്പം മുതൽ ചിന്തിപ്പിക്കാൻ തുടങ്ങിയാൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മൾ
ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റിയില്ല. പക്ഷേ എങ്കിലും പൊതുവെ നമ്മളുടെ ടോട്ടൽ സമൂഹത്തിൻ്റെ ഗവൺമെൻറ് ലെവലിൽ ചെയ്യാവുന്നതിനൊക്കെ പരിമിതികളുണ്ട്. ഗവൺമെൻറ് ലെവലിൽ ഒത്തിരി ചേഞ്ചസ്, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് അവർ ശ്രമിക്കുന്നുണ്ട്. പബ്ലിക്കൂടെ എല്ലാ ആൾക്കാരും അതിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരികയാണെങ്കിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത് നമുക്ക് കാരണം നമ്മൾ ഒരു എന്തായാലും ഇത് സംരംഭകത്വം വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതെല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരുണ്ട്. അതൊന്നുമില്ല. ഇനി അതിന് ഏറ്റവും നല്ല സമയങ്ങളാണ്. പ്രത്യേകിച്ച് അടുത്ത ഒരു 5 മുതൽ 10 വർഷത്തെ പീരീഡ് കൊണ്ട് ഒത്തിരി ചേഞ്ചസ് വരും. യാതൊരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. പുതിയ ഇഷ്ടംപോലെ എൻ്റർപ്രണേഴ്സ് വളർന്നു വരും, ഇഷ്ടംപോലെ സംരംഭകർ വളർന്നു വന്നേ മതിയാവുള്ളൂ. കാരണം പുറത്തേക്കൊക്കെ ആണെങ്കിലും ഉള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും അവിടുത്തെ കപ്പാസിറ്റിയിൽ കൂടുതൽ പല രാജ്യങ്ങളിലും ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ അവിടെയും സർപ്ലസ് ആയി കഴിഞ്ഞു. ഇവിടെ തന്നെ ധാരാളം ബിസിനസ് അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഓരോരുത്തരും ശ്രമിക്കാൻ തുടങ്ങിയാൽ ധാരാളം ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റും. ധാരാളം ആൾക്കാർക്ക് നാട്ടിൽ തന്നെ തൊഴിൽ കൊടുക്കാനായിട്ടും സാധിക്കും. ഈ ഒരു ലെവലിലേക്കുള്ള ചിന്ത ഉണ്ടാവാൻ എല്ലാ ആൾക്കാരും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.